ശ്രദ്ധിക്കണേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ജിന്നുകൾ ശൈത്താന്മാർ മനുഷ്യരിൽ പ്രവേശിക്കും എന്നാണ്. പ്രവേശിക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, പ്രവേശിക്കും. ഉദാഹരണം പറയാ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു സ്വഹീഹ് മുസ്ലിം ഇദാ തസാഅബ അഹദുകും ഫൽയുംസിക് ബിയദിഹി അലാ ഫീ. നിങ്ങൾ ആരെങ്കിലും കോട്ടുവായ ഇടാണെങ്കിൽ വായ പൊത്തിപ്പിടിക്കണം. ഇന്ന ശൈത്താന യദ്ഖുലു, പിശാച് ഉള്ളിൽ കിടക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, മനുഷ്യന്റെ ഉള്ളിൽ കിടക്കാൻ കാത്തു നിൽക്കാണ് ആര്? ശൈത്താൻ. അവസരം കിട്ടിയാൽ ഉള്ളിൽ കിടക്കും. അടച്ചിട്ട ദ്വാരത്തിലൂടെ ഒരിക്കലും ശൈത്താൻ കിടക്കുകയില്ലെന്നും തുറന്നിട്ട ദ്വാരത്തിലൂടെ കിടക്കൂ എന്നും ബുഖാരിയിൽ ഹദീസുണ്ട്. ഞാൻ പിന്നെ വിശദീകരിക്കാം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? മനസ്സിലാവണം. ചിന്തിക്കണം. അടച്ചിട്ടിടത്തൂടെ ഒരിക്കലും പിശാച് കിടക്കൂല. അടച്ചിട്ടത് തുറന്നാൽ കിടക്കും. അങ്ങനെയാണ് ഒരു മനുഷ്യൻ അടച്ചിട്ട് തുറന്നാൽ കിടക്കും. അങ്ങനെയാണ്. അടച്ച രൂപത്തിൽ കിടക്കില്ല. അങ്ങനെയാണ്. വായ അടച്ച രൂപത്തിൽ പിശാച് കിടക്കില്ല. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കുന്നത് കാര്യമല്ല. ഹദീസുണ്ട്, ബുഖാരിയിൽ ഹദീസുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തോ ഒരു വിശ്വാസം വരാത്ത മാതിരിയാണുള്ള ഇരുത്തം. കേറിയിട്ട് പിന്നെ അപ്പം മുസ്ലിയാരെ ശൈത്താൻ ഇങ്ങനെ കേറും, നടക്കും, ചോരന്റെ ഉള്ളിൽ നടക്കും എന്നൊക്കെ ബുഖാരിൽ ഹദീസില്ലേ? അത് മനുഷ്യ കേറിയിട്ട് നടക്കുമെന്നാണ്. പക്ഷെ എങ്ങനെ കേറും മനസ്സിലായില്ല നിങ്ങൾക്ക്. അങ്ങനെ ഏതിലെ കേറും? അങ്ങനെയാണ്. തുറക്കപ്പെടുന്ന സാഹചര്യത്തിലാ കേറുക. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ശാരീരിക ബന്ധത്തിന്റെ സമയത്ത് മൻ അറാദ അൻ യഅതി അഹ്ലഹു ഫല്യഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اللهم جنبنا الشيطان وجنب الشيطان فيما رزقتنا എന്ന് പറയണമെന്ന് ഹബീബായ നബി. ദ്വാരങ്ങൾ തുറക്കുന്ന സമയത്ത് പ്രവേശിക്കും. വായും അങ്ങനെ തന്നെ. ഒക്കെ ബുദ്ധിയുള്ളവർക്ക് ഞാൻ എന്തായി പറഞ്ഞതൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ചിന്തിക്കുക. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ കാര്യം മനസ്സിലാക്കാൻ മനുഷ്യന്റെ ഉള്ളിൽ ശൈത്താൻ പ്രവേശിക്കും. ഇതിന്റെ ഒന്ന് സഹകരിക്കും മനുഷ്യന്മാരെ. എന്തേ നിങ്ങൾക്ക് പറ്റിയത്? ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറയാം. തുറന്ന ദ്വാരം എന്ന് പറയുന്നത് വേറൊരു ഉദാഹരണം കൂടി പറയാം. സ്വഹീഹുൽ ബുഖാരി. ശരിക്ക് തുറന്ന ദ്വാരത്തിലൂടെ മാത്രമാണ് കേറിയ പല ഉപദ്രവം ചെയ്യും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണല്ലോ കക്കൂസിൽ പോകുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? പിശാചിനെ തൊട്ട് ദ്വാരം തുറക്കുക. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? പറഞ്ഞു. വളരെ ചിന്തിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ റബ്ബേ. അള്ളാഹു കാത്ത് മൂത്രിക്കാൻ പോയപ്പോൾ പിന്നെ ശൈത്താൻ കൂടി, ജിന്ന് കൂടി, ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ ഉണ്ടാകാവുന്നതാണ്. ഇതൊക്കെ കിടക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ജിന്ന് കൂടി എന്ന് പറയുമ്പോൾ നമുക്ക് ഭ്രാന്താകേണ്ട ആവശ്യമില്ല. കൂടുന്നാണ് ജിന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു പെണ്ണ് മൂത്രിക്കാൻ പോയപ്പോൾ ജിന്ന് കൂടാം. എന്തുകൊണ്ട്? ജിന്ന് അത് കാത്തു നിൽക്കുകയാണ്. ദ്വാരം തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനെ അടക്കാൻ, ജിന്നിനെ തടയാനുള്ള മാർഗത്തെ അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ ചെയ്തിട്ടില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തലയെ കഴിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. ചെയ്തിട്ടില്ല.